ഒരു മടിയനായ വ്യക്തിയെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നമുക്കിട്ടുള്ള പെൺകുട്ടികളോട് ചോദിച്ചു നോക്കാം. ഒരു മടിയനായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറാണോ, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മടിയനായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? അല്ല. എന്താണ് റീസൺ? എനിക്ക് എന്റെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് അയാളെ കൂടെ നോക്കാൻ പറ്റണ്ടേ? അയാളുടെ കാര്യം അയാൾ ചെയ്യണ്ടേ? അത് സ്വന്തമായിട്ട് ചെയ്യണം. ഒരു മടിയൻ എന്തായാലും കല്യാണം കഴിക്കില്ല. ഇല്ല, കഴിക്കില്ല. വീട്ടില് ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഞാൻ ഓടിച്ച് പണിക്ക് വിടും. സ്വന്തം കാര്യത്തിനുള്ള പൈസ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ട. പുള്ളിയുടെ കാശിന് എനിക്കും കൂടെ ചെലവാക്കാനായിട്ട് ഇല്ല. ഇപ്പൊ സപ്പോസ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മടിയനാണ് അത് തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാ? ബ്രേക്കപ്പ് പറയും. ഡൈവേഴ്സ് ചെയ്യും. മടിയനെ നമുക്ക് പറ്റത്തില്ല. ഓക്കെ. മടിയായിട്ടുള്ള ഒരിക്കലും വേറെ ഇല്ല, ഒരിക്കലും തയ്യാറല്ല. എന്താണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊരു മടിയനാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് എനിക്ക് അറേഞ്ച് മാരേജ് താല്പര്യമില്ല. കഴിക്കുവാണെങ്കിൽ ലവ് മാരേജ് ഉണ്ടാവുള്ളൂ. അപ്പം എനിക്കറിയാമല്ലോ ആളെ പറ്റി. ആള് കല്യാണം കഴിഞ്ഞ് മടിയനായാലോ? കല്യാണം കഴിഞ്ഞ് മടിയാണെങ്കിൽ ഞാൻ പയ്യെ മാറ്റിയെടുക്കും. പണിക്ക് പോകുന്നു പറയും. മ്യൂച്വൽ ആയിട്ട് രണ്ടുപേരും എന്തായാലും വർക്ക് ചെയ്യണമല്ലോ, എന്നാലും ഒരു കുടുംബം മുമ്പോട്ട് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നല്ലതാണെങ്കിൽ മടി കുഴപ്പമില്ല. മടി വലിയ പ്രസക്തി അർഹിക്കുന്നില്ലല്ലോ. ഇവിടെയോ മടി കുഴപ്പമുണ്ട്. എന്താണ് എന്താ അങ്ങനെ പറയാൻ കാരണം? കുടുംബം മുന്നോട്ട് പോകണ്ടേ, അതുകൊണ്ട് മടി പ്രശ്നമാണ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ആള് മടിയനാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, കല്യാണം കഴിയുമ്പോ മടി വരാലോ. ഞാൻ ഇന്നോട്ട് ജോലിക്ക് പോണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്കും അത് കുഴപ്പമില്ല. ഇവിടെയോ നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ. എന്തായാലും കല്യാണം കഴിച്ച് അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. ഇട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. നമ്മുടെ പാരന്റ്സിനെ കണ്ട് വളരണോണ്ട് പാരന്റ്സ് എന്ത് പ്രശ്നം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കൂലേ? പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും. എന്തോരം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും. അതൊക്കെ അയാൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ പണിക്ക് പോകണം. എവിടെയോ അങ്ങനെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ പോകണം. ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന മാരേജിലോടെ ചിന്തിക്കുന്നില്ല. അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കല്യാണം കഴിക്കണേ ഇല്ല. സപ്പോസ് കഴിക്കണ ആള് മടിയനാണെങ്കിൽ എന്ത് ചെയ്യും? മടിയനാണെങ്കിൽ എന്താ പറയാ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. മടിയുള്ളതാണെങ്കിലും മടിയില്ലാത്ത ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഞാൻ എന്തായാലും ജോലിക്ക് പോവില്ല, വർക്കിന് പോവില്ല. വീട്ടിൽ മടി പിടിച്ച് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കട്ടിലിരുന്ന് ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞാലും ഇട്ടുകൊണ്ട് കൊടുക്കും. കുഴപ്പമൊന്നുമില്ല. എന്താണ് താങ്കൾക്ക് മടിയുണ്ടോ? ഞാൻ കുറച്ച് മടിയുണ്ട്, പക്ഷെ എന്നാലും എൻ്റെ വർക്കിലോ അതൊന്നും എന്നെ ഞാൻ ബാധിക്കാറില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ്. അപ്പം എന്നെ കല്യാണം കഴിക്കുന്ന ആളും അതുപോലെ വർക്ക് ചെയ്യണം. സപ്പോസ് കല്യാണം കഴിഞ്ഞിട്ട് ആളൊരു മടിയനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ജോലിക്ക് പോകാൻ പറയും. ഇവിടെയോ എന്തുകൊണ്ടില്ലാത്ത നിങ്ങളെല്ലാം മടിച്ചുകളായോണ്ടാണോ? നിങ്ങളൊരു മടിച്ചിയായ ഭാര്യനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങള്? ഞാനോ? അപ്പൊ അല്ല, ചായ ഇടാൻ പറഞ്ഞ ചായ ഇട്ട് തരില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കും താല്പര്യമില്ല. ചായ ഇട്ട് തരാനല്ലോ മടിച്ച്. അപ്പൊ ഇനി സപ്പോസ് നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തി മടിയനായി പോയാലോ? മടി നമ്മൾ മാറ്റി കൊടുക്കും. മടി മാറ്റാനുള്ള മരുന്ന് ഞങ്ങളുടെ അതെന്താണ് മരുന്ന്? ഇവിടെ എന്താണ്? അടിയാണോ? ഡിപ്പെൻസ്. ഓക്കെ. ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഓൾറെഡി മടിയായി. എനിക്ക് കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടാനാണ്. എവിടെയോ മടിയനായിട്ടൊരു വ്യക്തിനെ കല്യാണം കഴിക്കുന്നില്ല. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ഒരു കല്യാണത്തിന് ശേഷം ആൾ മടിയനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഴുന്നേറ്റ് പണിക്ക് പോടാന്ന് പറയൂ? പറയും. ഒരു ഗ്ലാസ് എടുത്ത് വരാൻ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഇടാനൊക്കെ മടിയുള്ള ആൾക്കാരാണ് പൊതുവെ ബോയ്സ്. ഒരു സ്വിച്ച് ഇട്ട് ആടി എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ, അതായത് ഇപ്പൊ നമ്മള് ഫാനിന്റെ ഒക്കെ സ്വിച്ച് ഇട്ട് ആന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്താറില്ല, വെള്ളം കൊണ്ട് തരാനൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? എവിടെയോ എവിടെ എന്തായിരിക്കും പറയാ?
ഞാൻ തന്നെ പോയി ഇട്ടേണ്ട വരും. അങ്ങനെയാണ് ചെയ്യുള്ളൂ. ഓക്കെ.